അപ്പം ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആലിയാസ് ഡയറീസ്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇവിടെ ലൈറ്റ് ഇട്ട് വെച്ചിങ്ങനെ എൻ്റെ അടുത്തേക്ക് വേണ്ടിയിട്ട് ഞങ്ങളിന്ന് എവിടെ പോകാൻ തീരുമാനിച്ചു. നമ്മളിന്ന് പുറത്തൊക്കെ പോകാമെന്ന് വെച്ചു. എവിടേക്ക് പോകണമെന്ന് ഒരു ലൈക്ക് പിടിയുണ്ട്, പക്ഷെ എങ്ങനെ പോകും എന്ത് ചെയ്യുമെന്ന് പറഞ്ഞൂടെ. ഇവിടെ ഒരുത്തി വ്ളോഗിങ് തുടങ്ങിയോണ്ട് ഗൈസ് ഗെറ്റ് റെഡി എടുക്കുമത്. ഗൈസ് ഗെറ്റ് റെഡി. ഇപ്പം ഒരു വീട്ടിലെ 2 പേര് ഗെറ്റ് റെഡി അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. എന്തരെന്ന് അതെന്തമ്മ അങ്ങനെ. സോ അവള് യൂട്യൂബ് അവൾ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, ബട്ട് അവൾ എടുത്തുകൊണ്ടൊക്കെ ഇരിക്കുക. അപ്പം ഞാൻ പോയി റെഡി ആവട്ടെ. എനിക്ക് ഗെറ്റ് റെഡി എടുക്കാനുള്ളൊരു മൂടൊന്നുമില്ല, പിന്നെ അതിനുള്ള ടൈമും ഇല്ല നമുക്കിവിടെ. പിന്നെ അവിടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തില്ല, പാവൂല എടുത്തോണ്ട് പോട്ടെ. നമുക്ക് വീട്ടിൽ ചെല്ലുമ്പം നമുക്കെല്ലാം സ്റ്റാർട്ട് ചെയ്യാം. എന്ത് കണ്ട തുടങ്ങി. എനിവേസ് ഞാൻ പോയി റെഡി ആവട്ടെ. മുഖത്തുള്ള ഇടുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞു. കണ്ണെഴുതി, പൊട്ടുപൊട്ടു, ലിപ്സ്റ്റിക് ഇട്ടു, എല്ലാം ചെയ്തു. എൻ്റെ നെക്സ്റ്റ് ഇവിടെ ഒരു ഇത് വരെ കഴിഞ്ഞിട്ടില്ലെന്നാണ്. എനിക്കറിയത്തില്ല വാട്ട് ഷീ ഈസ് ഡൂയിങ് ദെയർ. ആൻഡ് സംടൈംസ് ഐ വിൽ തിങ്ക് ദാറ്റ് എന്താ പറയുക, ഇത്രയ്ക്കും അവൾ എന്നാ മേക്കപ്പ്. ഞാൻ ഐ വിൽ ലൈക്ക് ഞാൻ ഇങ്ങനെ നോക്കും അവൾ ഇനി എന്താ നെക്സ്റ്റ് ഇടുന്നത്. ഇതൊക്കെ നോക്കിയിട്ട് ഞാൻ അവളെ കണ്ട ഇങ്ങനെ എന്തേ പിന്നെ ലൈക്ക് എന്തെങ്കിലും ഇടാനുണ്ടെങ്കിൽ അതൊക്കെ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ഇതിടാല്ലേ, അപ്പോൾ ഇനി കൊള്ളാമായിരിക്കുമല്ലോ, ഇങ്ങനൊരു ഇത് വരും. അപ്പം അങ്ങനെയായിരുന്നു പല കാര്യങ്ങളും. ഞാൻ ഇപ്പോൾ കണ്ണെഴുതുന്നതിന് ഒരു ടൈമിൽ ഞാൻ കണ്ണേ എഴുതാറില്ലായിരുന്നു, ബട്ട് ഒരു ടൈം തൊട്ട് ഞാൻ തുടങ്ങി. അതൊക്കെ അവളെ കണ്ട് ഓരോ കാര്യങ്ങളിനെ പറ്റി. സാധാരണ മുതിർന്ന മീൻസ് എൽഡേഴ്സ് സിസ്റ്ററിനെ കണ്ടിട്ടാണ് യങ്ങർ സിസ്റ്റേഴ്സ് പഠിക്കുന്നത്. ഇവിടെ നേരെ തിരിച്ച് ഞങ്ങളുടെ കാര്യം നടക്കുന്നത്. നമ്മളുടെ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ ലുക്ക് വൈസ് നോക്കുമ്പോഴും നമ്മൾ അങ്ങനെയാണ്. എന്താ പറയുന്നത്, സമയം മാറി ജനിച്ച ഒരു ഫീലുണ്ട് ഞങ്ങൾക്ക്. അപ്പം ഞാൻ എല്ലാം കൊള്ളാം അല്ലേ ഗൈസ്? നിങ്ങൾ പറയും എങ്ങനെയാണ് ഞാൻ ഒരുങ്ങിയത്? എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഇന്നൊരു ഒരു കുർത്തി, ഹാഫ് കുർത്തി അല്ലേ അങ്ങനെ എന്തോലും പറയുന്നത്, അതായിരുന്നു. പുറത്തിറങ്ങിയാൽ ഒട്ടുക്കത്തെ ചൂടായിരിക്കും. നമുക്കറിയത്തില്ല എങ്ങനെ ഞാൻ മാനേജ് ചെയ്യും. ഇത്രയും വലിയ ഗെറ്റപ്പിൽ ഇറങ്ങാൻ പോകണം. ഭയങ്കര വെയിലായിരിക്കും. ലിപ്സ്റ്റിക്ക് കൂടിയോ എന്താ പെട്ടെന്ന്. കുറെ കഴിയുമ്പോൾ തിന്ന് കളയണ്ടേ? ഞാനും ചെല്ലട്ടെ, ഞാൻ എൻ്റെ പുറവും കുട്ടിയുള്ളൂ. അയ്യോ അമ്മ വീണ് എനിക്കല്ല, ചില സമയത്ത് എനിക്ക് എന്നെ തന്നെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ദേ മെട്രോ വരുന്ന കേസ് കറക്റ്റ് ടൈമിങ്. നമ്മൾ ഇറങ്ങി അല്ലേ അമ്മ? നമ്മൾ എങ്ങോട്ട് പോണേ? ചാർമിനാർ. നിങ്ങൾ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ ഇന്ന് മുന്നേ പോയിട്ടുണ്ട് ചാർമിനാറിൽ. സോ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ അനിയത്തി. ഹൈറ്റ് പോകും, ഞാൻ എന്ത് ഹൈറ്റ് കുറവൊന്നും. അച്ഛൻ്റെ ഹൈറ്റ് എന്ത് ചെയ്യാം? താങ്ക്സ് ഫോർ ദാറ്റ്. താങ്ക് യു. എന്തായാലും നമ്മളിനി പോകണം. അവൾ വന്നാലേ ചാർമിനാർ. നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വന്ന്. ഇവരിപ്പോൾ ഇവിടെ ചൂറ് പക്ഷേ എന്നെ കാണാൻ വന്നില്ല. അപ്പം അടുത്ത ഡിസംബറിലെ പ്ലാനിങ് ഇപ്പം നടക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇപ്പോഴത്തെ എൻ്റെ അനിയത്തിയുണ്ട്, സുന്ദരി അമ്മ ഇപ്പത്തിരിക്കുകയാണ്. നിങ്ങൾ പറ, അമ്മയെ പോലെയാണോ തൻ്റെ ഇവിടെ ഇരിക്കുന്നത് കാണാൻ? പ്ലീസ് കമൻറ്റ് ബിലോ ഗൈസ്. കാരണം ഒരുപാട് പേര് പറഞ്ഞിട്ട് ഫോണിൽ കൂടെ അങ്ങനെ എൻ്റെ വീട്ടിൽ നേരിട്ട് കാണാൻ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും അല്ലേ അമ്മ? പക്ഷേ എന്ത് ചെയ്യാൻ, നമ്മുടെ സൗന്ദര്യം കൂടിയുണ്ട്. എൻ്റെ അനിയത്തിൻ്റെ സൗന്ദര്യം കണ്ടില്ല, മോശമൊന്നുമല്ല. അതിനൊന്നും പറഞ്ഞില്ലല്ലോ. ഒക്കെ ഇരിക്കലും നല്ല രസമാണ്. ഒക്കെ ഫോണിൽ കൂടെ എന്നെ കാണാൻ നല്ല ഭംഗിയല്ലേ? എന്നെ പോലെ ഇത്രയില്ല. മൈൻഡ് ചെയ്യണ്ട. എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ഇന്ന് കണ്ണിൽ എഴുതിയത്. എനിക്ക് എപ്പോഴും കണ്ണെഴുതാൻ ഇഷ്ടമാണ്. സോ വാട്ട് ഒക്കെ ഇത് സോഫായിട്ട് പറയണേ, എൻ്റെ കാര്യമല്ലോ പറഞ്ഞാൽ അതിനൊക്കെ സോഫായിട്ട് വരണ്ട. ആക്ഷൻ കേട്ട അമ്മയ്ക്ക് ഇനിയിപ്പോൾ ബോറടിച്ച് ഞങ്ങൾ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ട് 2 ഫോണിൻ്റെ മുട്ടില്ലെന്ന രീതിയിൽ.
നാളെ ഒരിക്കൽ വലിയ നിലയിൽ എത്തുമ്പോഴത്തേക്ക് ഈ അമ്മ ഈ പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കും ഗൈസ്. അതാണ് ഈ അമ്മ, അതാണ് അമ്മമാരുടെ പ്രത്യേകത. പിന്നെ എനിക്ക് പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വന്നപ്പം അല്ലെങ്കിൽ ഈ റെസ്റ്റോറൻറ്റ് കണ്ടപ്പം അല്ലെങ്കിൽ എന്താ പറയുന്നത് ഈ റൂം കണ്ടപ്പോഴേക്കും ഭയങ്കര നൊസ്റ്റാൾജി ചെയ്തു. കാരണം ഫസ്റ്റ് ടൈം ഞാൻ ഇവിടെ വന്നത്, ഇവിടെ ഇരുന്ന് കഴിച്ച കാര്യങ്ങൾ, ചിറ്റയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ അമ്മ ചിറ്റ, ഇന്ന് ചിറ്റയില്ല, ഇന്ന് കൃഷ്ണ. കഴിക്കാൻ ഫുഡ് വരട്ടെ, എന്നിട്ട് കുറച്ച് ഇവിടെ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കട്ടെ. ഒരു വലിയ അടി നടക്കും ഞങ്ങൾ സംസാരിച്ച്. ഫോൺ പിടിക്കല്ലേ എങ്ങനെ പ്ലേസിലേക്ക് ഞാൻ പല വീഡിയോസ് റെക്കോർഡ് ചെയ്യാം ജസ്റ്റ് ബിക്കോസ് ഇവള് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാനും ഇവളും കൂടെ ഇട്ട് എല്ലാം ഒറ്റ കണ്ടൻറ്റാവും. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ ഞാൻ എടുക്കാത്തത് ഇവളുടെ ഇതിലിടും, ഇവളെടുക്കാത്തത് ഞാൻ എടുക്കും. അങ്ങനെ അപ്പം ഈക്വലായില്ലേ, നമുക്ക് രണ്ടു പേർക്ക് എടുക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് പല കാണാത്ത പല ഷോർട്സ് മീൻസ് മൈ പോയിന്റ് ഓഫ് വ്യൂ ആൻഡ് ഹർ പോയിന്റ്. എന്തായാലും ഒറ്റ വീട്ടിലല്ലല്ലോ ഒറ്റ ദിവസം. ഒരു പ്ലേറ്റ് വന്നു, ഇനി അങ്കുളപ്പ് വരും. മറ്റൊരു ഫോണിൽ എന്നെ കാണാൻ എന്തൊരു ഭംഗി, എന്ത് ഫോണിൽ എന്നെ കാണാൻ കൊള്ളാം. അങ്ങനെയല്ല മുറ്റത്ത് എന്ത് പറയാൻ വട മഴയുടെ കേസ് മഴയുടെ കേസ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നു. വട കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു മഴക്കാണ്, നമ്മളൊരു വട കൊണ്ടു പറയാൻ നേരെ ഇതുവരെ കിട്ടിയില്ല. ചായ ചോദിച്ച് പറയാൻ കിട്ടിയില്ല. അപ്പം അമ്മയുടെ ക്ഷമ കഴിഞ്ഞു. അപ്പം ഇനി ബയ്യെ വിളിച്ചിട്ട് നമ്മൾ പറയും, ബയ്യ വട ഇപ്പം തരുമോ, ഇല്ലെങ്കിൽ വട ക്യാൻസൽ. ചായ ഇപ്പം തരുമോ, ഇല്ലെങ്കിൽ ചായ ക്യാൻസൽ. കോഫി ഇപ്പം തരുമോ ബയ്യ, അല്ലെങ്കിൽ കോഫി ക്യാൻസൽ എന്ന് പറയും എന്നാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നത്. ഞാൻ കൈ എടുത്തോണ്ട് എൻ്റെ മോദി ശരി കഴിക്കുന്നുണ്ട്. കഴിച്ച് തീർന്നില്ല, ഞാൻ കഴിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഒരു അടി കഴിഞ്ഞിട്ട് നിൽക്കുക ഞങ്ങൾ. ക്യാമറ അങ്ങനെയൊന്നുമില്ല, ഒരു മര്യാദ ഇല്ല. വെറുതെ ജസ്റ്റ് 10 സെക്കൻഡ് മിണ്ടാറില്ലപ്പോൾ ഞാൻ നോക്കിയാലും രണ്ടുപേരും കൂടെ കച്ചറല്ല വർത്താനം കേട്ടോ. ഞാൻ മാത്രം വിത്തിരി മാനേഴ്സുള്ള ഞങ്ങളിപ്പോൾ നേരെ ചാർമിനാർ കട്ടാവ് പറഞ്ഞാൽ മതിയാ, അത് വേണം. പോണാ നിങ്ങൾ അമ്പളല്ലേടി ഞാൻ ആരെങ്കിലും ഉണ്ടോ അവിടെ? ഓഫായി ഓൺ ചെയ്തോ. ചിരി വരും, ഞാൻ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണതാണ്. ഇപ്പം ഹലോ ഓണായാ? അത് കണക്ട് ചെയ്യാൻ അവിടെ ഈ കുറേ നേരം ഇങ്ങനെ വെറുതെ ഉള്ള സംസാരമായിരിക്കും. മീൻസ് നമുക്കിനി ചാർമിനാർ എടുത്തിട്ട് കാണാം. ഞാൻ ഇന്നുവിനെ പോയിട്ടുണ്ട് ചാർമിനാർ ഫ്രണ്ട്സുമായിട്ട്. അല്ലാതെ അന്നേരം യൂട്യൂബ് ചാനലൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഇന്ന് ഞാൻ പോകുന്നു, പിന്നെ നിൽക്കുകയാണ്. ചാർമിനാർ നൈറ്റ് കാണാൻ ഭയങ്കര രസം. മറ്റേ ലൈറ്റൊക്കെ നല്ല ലേറ്റായിട്ടെല്ലാം ഇറങ്ങിയിരുന്നെങ്കിൽ നമ്മൾ ചാർമിനാർ പോകാൻ വിചാരിച്ചു. പലവേന കുറവുണ്ടാകും. എൻ്റെ പൊന്നെ ഒന്ന് ചാർമിനാർ വന്നതാ മഴത്തു. താങ്ക് യു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ചാർമിനാറിൻ്റെ ബാക്ക് സൈഡിൽ കൂടെയാണ് വന്നത്. ഏതാണ്ട് കണ്ടില്ലേ ചാർമിനാറിൻ്റെ ബാക്ക് ഇങ്ങനെ ഇരിക്കണമെങ്കിൽ ഫ്രണ്ടിൽ കൂടെ കാരണം നല്ലൊരു ഭംഗിയുള്ളൂ. ഫ്രണ്ട് വ്യൂ ആണ് സെറ്റ്. എല്ലാവരും ബിസി ആയിട്ട് നടക്കുക. ബൈ, ഞാൻ ഫ്രണ്ടിലെത്തുമ്പോൾ കാണിച്ചു തരാം. ചാർമിനാർ ഈ സൈഡിൽ നിന്നൊക്കെയാ. ഞങ്ങൾ കുറച്ച് ക്രോക്സ് അല്ലേ ക്രോക്സ് രണ്ടെണ്ണം അത് തന്നെ ഞാനും അങ്ങനെ വാങ്ങുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ ഇപ്പം ഇവിടെ മേടിച്ചപ്പോൾ അമ്മ പിന്നെ മേടിച്ചോളാന്ന് പറഞ്ഞു.
ഇത് വേണോ? വേണ്ട. നമ്മൾ പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്കിത് കഴിക്കാൻ. ഭയങ്കര, പക്ഷെ പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ മധുരത്തോട് വലിയ വലിയ താല്പര്യങ്ങളൊന്നും ഇല്ല. പെട്ടെന്ന് പൊളിക്കുമെന്ന് നിനക്ക് ഒറ്റ കൈ. എൻ്റെ പൊന്നു, ഒരു കുട്ടം സാധനങ്ങൾ ഇവിടെ ഉണ്ട്. എന്താ പറയുക, കുറേ കമ്മലും കുറേ ചെരുപ്പും കുറേ തുണിയും. ഇത് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇത് മാത്രമേ കാണിക്കാനുള്ളൂ. അതുകൊണ്ടാണ് അധികം ഒന്നും അങ്ങനെ കാണിക്കാതെ പോണേ. കാണിച്ചേ എനിക്ക് അറിഞ്ഞോ, ചുമ്മാ ആവശ്യമില്ലാതായിരുന്നു. കുറച്ച് ഡ്രസ്സ് എടുക്കാമെന്ന് വെച്ചിട്ട് കയറിയത്. അതുകൊണ്ട് അവർ എൻ്റെ അടുത്തോണ്ടിരിക്കും. കണ്ട അവിടെ ആൾക്കാരിരിക്കുന്നത്. അതിൻ്റെ പൊക്കത്ത് വരെ കയറാൻ പറ്റും. ഇങ്ങനെ ക്യൂ നിന്ന് വേണം അവിടെ കയറാൻ. അതിൻ്റെ പൊക്കത്ത് അവിടെ ഒരു വഴിയുണ്ട്. അപ്പോൾ ഇങ്ങനെ പൈസ കൊടുക്കണമെന്ന് തോന്നുന്നു അവിടെ. ഇതുപോലെ ഇങ്ങനെ പൊക്കത്ത് കയറി ഇതെങ്ങനെ ഇരിക്കുന്നുണ്ട്. അവരിയ്ക്കും പോലെ ഇരുന്ന് അവിടെ ഇരുന്ന് കാഴ്ചകൾ കാണാം ഇവിടുത്തെ. കൊള്ളായിരുന്നോ? വെയിലായതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ എനിക്ക് നന്നായിരുന്നു. 2-3 ദിവസത്തേക്കായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് പോവായിരുന്നു എവിടെയെങ്കിലും ഒക്കെ. ഇപ്പോഴും എന്നെ കാണാൻ കൊള്ളാം ഇത്രയും ചൂടെടുത്ത്. നോക്കമ്മ, ഊബർ ബുക്ക് ചെയ്ത് കാണുന്നു. ഊബർ ബുക്ക് ചെയ്തിരിക്കുകയാണ് ഗൈസ്. നമ്മളിപ്പോൾ അടുത്ത ഓട്ടോ പിടിച്ച് ഹോട്ടലിലേക്ക് പോകും. അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചത് നമ്മൾ എന്തൊക്കെയാണ് മേടിച്ചത്. മിക്കവാറും നമുക്ക് രണ്ടുപേരും കണ്ടില്ല. എൻ്റെ സാധനം മാത്രം ഞാൻ കാണിച്ചു തരാം. എന്താ മേടിച്ചത്, എൻ്റെ സാധനം കാണിച്ചത്. അവർക്ക് അതെങ്കിലും ഒരു വ്യത്യസ്തത. ആ സാധനം എല്ലാം മിക്കതും ഒരുപോലെ വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അമ്മയെ കാണിയത് ബാക്ക് ക്യാമറ നോക്കമ്മ. അമ്മ ചെവിയും കേ സ്മൈൽ 495 എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. വരാറായാ നോക്കി ഊബർ വണ്ടി വന്നു. പണ്ടൊരു പരസ്യം ഇല്ലായിരുന്നു ഇങ്ങനെ ഇതുപോലെ ഊബർ ബുക്ക് ചെയ്തിട്ട് അവർ ഊബറല്ല സൊമാറ്റോ ബുക്ക് ചെയ്ത് നോക്കിക്കും. അപ്പോൾ വരുന്ന വഴിക്കൊക്കെ സൊമാറ്റോക്കാരൻ കഷ്ടപ്പെടുന്ന വഴികളൊക്കെ എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഇടിച്ച് വീഴ്ത്തും. അതിൽ നിന്ന് പറക്കിയെടുക്കും, പിന്നെയും വരും. ഓർക്കുന്നുണ്ട് ആ പരസ്യം? ഓൾറെഡി ഊബർ ബുക്ക് ചെയ്യാൻ വരും. പെട്ടെന്ന് ഊബറിൽ കയറുക, പോവുക. ഊബർ ബുക്ക് അമ്മയടുത്ത് പറഞ്ഞത് അവിടെയല്ല. നമ്മൾ വണ്ടി കയറി. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ 110. ഓ, എടുത്ത് കണ്ണാടി വെച്ച് ഒടുക്കത്തെ ചൂടാണ്. പിന്നെ എനിക്ക് തന്നെ ഇവിടെ നിന്ന് ശീലമായെന്ന് പറയാൻ പറ്റില്ല. ബട്ട് നമ്മളത് യൂസ് ആയാന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ബട്ട് എന്തായാലും അറിയാമല്ലോ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. വരുമ്പോഴേ ഇത്രയും ചൂട് കാണും ഇവിടെ. അതൊക്കെ ഇതായിരിക്കും ഇങ്ങനെ ചൂട്. ഫോൺ എടുത്താൽ സൈഡിൽ ഫോൺ ഞാൻ അധികം വീഡിയോ അങ്ങനെ എടുക്കാത്തത്. ഇപ്പം ഞാൻ ഇവിടെ കൂടെ ഈ വ്ളോഗ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു വീട്ടിലെ കാര്യങ്ങളായിരിക്കില്ല. മീൻസ് നമ്മൾ ഒരുമിച്ചായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരേ കാര്യങ്ങളായിരിക്കും കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഡിഫറെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ എല്ലാ സാധനങ്ങളും ഒരുപോലെ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മടുപ്പായിരിക്കും. നേരെ ഹോട്ടലിലോട്ട് പോകാം. ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ കാണിച്ചത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടില്ല. മനസ്സമാധാനത്തിൽ ലിപ്സ്റ്റിക് കളർന്നിട്ട് ഭ്രാന്ത് പിടിച്ചിട്ട് ഞങ്ങൾ അപ്പത്ത് കരിമ്പിൻ ജ്യൂസ് ചെയ്യും. എനിക്കിഷ്ടം. തണു വെയിലത്ത് പറ്റത്തില്ല. വെയിലത്ത് നിന്ന് അയ്യോ പോവാന്ന് വെച്ചാൽ ഇറ്റ്സ് ഇംപോസിബിൾ. തളരും നമ്മൾ ശരിക്കും അങ്ങോട്ട്. പിന്നെ സാധനങ്ങളും കുറേ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് മതി. ഏസിയാ സ്ഥലത്ത് ഏസിയാ. എനിക്ക് പിന്നെ ബ്ലോഗ് എടുക്കണ്ടി. അവളെ ഡോർ അടച്ചോ, ഞാൻ അവിടെ ഇരുന്നാൽ മതിയോ? ഡോർ വന്നു. അമ്മ വരണ്ടേ? അമ്മ വരെയല്ലേ ഉള്ളൂ. ഈ വെള്ളം എടുത്തിട്ട്
അമ്മ വെള്ളം എടുക്കാനല്ല പോയത്. പിന്നെ അമ്മ വെള്ളം എടുക്കാനാണ് പോയത്. അമ്മ ഇരിക്കണ നോക്ക് ആദ്യ പോലെ ഇരിക്കണ നോക്കമ്മ. അമ്മ ഗൈസ് ഇതോടെ ഇപ്പൊ തീരുന്നാന്ന് തോന്നുന്ന വ്ളോഗ്. ഇനി ഒന്നുമില്ലല്ലോ. പോകുന്നതിന് മുമ്പ് ഒന്ന് പാലിക്ക ബസാർ പിന്നെയും കാണും. അത്ര തന്നെ വലിയ വേറെ വലിയ പരിപാടി മതി മതി ഞാൻ എപ്പോഴും കാണുന്നേ കണ്ടത് ഞാൻ പാലിക്ക ബസാർ പാലിക്ക എന്തൊക്കെയാ വാങ്ങിച്ചെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു. കുറച്ചേ വാങ്ങിച്ചില്ല. എല്ലായിടത്തും മാറ്റി വെച്ചപ്പോഴാണ് മനസ്സിലായി ഞാൻ കുറച്ചേ വാങ്ങിച്ചുള്ളൂ, അധികം ഒന്നും മേടിച്ചില്ല. ബട്ട് എന്നാലും കാണിച്ചത് ചുമ്മാ ഒരു ഷോ വരുന്നുണ്ട് ചുമ്മാ. ഫസ്റ്റ് എന്നല്ല ഞാൻ മറ്റേ ഫ്രിഡ്ജിൽ ഒട്ടിക്കുന്ന സംഭവമില്ലേ, ഇത് മേടിച്ചു. നല്ല രസമാണ്. ഹൈദരാബാദ് മേടിച്ചു. ഇത് കാണിച്ചു. ഇത് അവളെ വീഡിയോയിൽ അവളും കാണിച്ചു. എന്താ അവളും കാണിച്ചത്? അപ്പൊ ഞങ്ങൾ രണ്ടെണ്ണം. പിന്നെ ഞാൻ വാങ്ങിച്ചെന്ന് വെച്ചാൽ പിന്നെ ഞങ്ങൾ പിന്നെ ഞങ്ങൾ അവൾ എൻ്റെ അടുത്ത് എന്തോ പറഞ്ഞില്ല അവിടെ വെച്ച് നമ്മൾ രണ്ടുപേരും ഒരു വീട്ടിലല്ലേ, പിന്നെ എന്തിനാ രണ്ടെണ്ണം ഒക്കെ മേടിക്കണേന്ന്. ഞാൻ എന്ത് ചെയ്തോളല്ലേ പറഞ്ഞു, രണ്ട് വീട്ടിലല്ലോ, നമ്മൾ ഒറ്റ വീട്ടിലല്ലേ പറഞ്ഞ പോലെ. അത് തെറ്റില്ലല്ലോ. ഓക്കെ ഞങ്ങൾ ക്രോക്സ് വാങ്ങിച്ചു. ഞാനും എൻ്റെ അനിയത്തി ഒരുപോലെ സെയിം കളർ വാങ്ങിച്ചു. കൊള്ളാലേ? കുറേ കണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് വാങ്ങണമെന്ന്. ഇപ്പം തോന്നിയപ്പോൾ മേടിച്ചു. അമ്മ പറഞ്ഞു മേടിക്കുന്ന മേടിച്ചിങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ എൻകറേജ് ചെയ്ത് വിടുന്ന ഇങ്ങനെ വേണ്ടാന്ന്. അതുകൊണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ ഈ ചെരുപ്പ് നോക്കി വെച്ചിങ്ങനെ ചെരുപ്പാക്കി ട്രഡീഷണൽ വേറിനൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അങ്ങനെ മേടിച്ചതായിരുന്നു. ഇത് നല്ല രസമുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഹൈദരാബാദ് എന്ന് പറഞ്ഞാൽ ഹൈദരാബാദിനൊന്നല്ല, ചാർമിനാർ എന്ന് പറഞ്ഞാൽ ഫുള്ള് മാല, കമ്മല്, വള, പിന്നെ എന്താ പറയുക കുറേ ഡ്രസ്സ്, കുറേ ചെരുപ്പ്, ഇതൊക്കെ ഉള്ളൂ അതിനകത്ത് കാണിക്കണമെങ്കിൽ അത് മാത്രമേ അതിനകത്ത് കാണിക്കാൻ കാണും. ചെന്നുമ്പോൾ അറിയാം കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട്. കുറേ കമ്മലുണ്ട്. ഒരേ കളക്ഷൻ തന്നെ ഇപ്പുറത്ത് പോയത് കുറേ പേര് അത് വിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ വള മേടിച്ച് കാണിച്ചു തരാം. ചെന്നപ്പോൾ തന്നെ ആദ്യം ഞങ്ങൾ മേടിച്ചത് വളയാണ്. അപ്പോൾ വള കാണിച്ചു തരാം. ആദ്യം ഫസ്റ്റ് ഈ പേര് കാണിച്ചു തരാം. എനിക്കറിയത്തില്ല ഇത് എത്രത്തോളം തിളക്കത്തിൽ കാണാൻ പറ്റും. സാരി അങ്ങനത്തെ മീൻസ് ഇത്രയും സ്ലീവ് വിട്ട അസുഖമില്ല, അല്ലാത്ത നല്ല. പിന്നെ ഞാൻ മേടിച്ചതെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ കിട്ടുന്ന വളയല്ലായിരുന്നു. ഇത് ഞങ്ങൾ സെപ്പറേറ്റ് മേടിച്ചതാണ്. ഇത് കണ്ടോ, ഇതിനകത്തുകൂടെ ഇങ്ങനെ പല പല കളറിൻ്റെ മുത്തും കൂടെ ഉണ്ട്, പ്ലസ് ആ ഗോൾഡും കൂടെ വരുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഇത് സെപ്പറേറ്റാണ് മേടിച്ചത്. ഇത് എത്ര ഉണ്ട്? 1 2 3 4 5 6 7 ഇത് മാത്രമായിട്ട് 7 ഉണ്ട്. അപ്പോൾ അതിങ്ങനെ സെപ്പറേറ്റാണ് മേടിച്ചത്. ആദ്യം വാങ്ങിച്ചത് ഈ വളയായിരുന്നു, പല പല. അപ്പം കുറേ ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ വാങ്ങിച്ചപ്പോൾ അത് ഈ വള മേടിച്ച് 12 സെറ്റ് മേടിച്ചിട്ട് 12 ഇത് ഒരു വള ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇതും കണ്ടു. അപ്പോൾ നോക്കിയപ്പോൾ ഇതും പല പല കളർ. അപ്പോൾ ഇതിൻ്റെ കൂടെ മാച്ചായിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു മേടിക്കാമെന്നാ. പിന്നെ ഞാൻ 2 കഴിച്ചു. അപ്പോൾ നല്ല ഇച്ചിരി ഓവറായാലേ ഓവറല്ല, പക്ഷെ നമ്മുടെ ഇഷ്ടങ്ങൾ എപ്പോഴും തിന്നായിരുന്നല്ലേ. അങ്ങോട്ട് വേണമെന്ന് ചോദിച്ചു. പക്ഷെ കത്തിയില്ല, അതാണ് പാചകം. ഒരുപാട് വളയുണ്ടായിരുന്നു, കുറച്ചും വളയുണ്ടായിരുന്നു അവിടെ. കണ്ടിട്ട് എനിക്കിങ്ങനെ ഭ്രാന്തായിട്ട് കുറേ വാങ്ങണം തോന്നിയത്. ബട്ട് എനിവേസ് കുഴപ്പമില്ല, ഇത്രയും വാങ്ങിച്ചത് തന്നെ. അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഗൈസ് എന്താ പറയുക, ഇന്ന് കഷ്ടമാണ് നിങ്ങളല്ലേ. അതെങ്ങനെ എനിക്ക് നിങ്ങൾ പറയണ കേൾക്കുമ്പോൾ എനിക്ക് നിങ്ങൾ പറയുന്നത് എൻ്റെ ഫ്രണ്ടിൽ കൂടെ പോണവള് പിന്നെ ഞാൻ ഇപ്പോൾ ചോദിച്ചു കൃഷ്ണ. എൻ്റെ ഫോൺ